നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ തങ്കമണിക്കയറ്റത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറ്റിൽ കടലാശ്ശേരി സ്വദേശിയായ വർക്ക്ഷോപ്പ് തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്തായ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി കേരളത്തിലുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റും ചേർപ്പ് യൂണിറ്റ് പ്രസിഡന്റുമായ കെ ഭാഗ്യനാഥൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ശ്രീശങ്കര ശിശുവിദ്യാ മന്ദിരത്തിൽ നോവൽറ്റി പബ്ലിക്കേഷൻസ് നടത്തിയ ഓൾ ഇന്ത്യ ടാലന്റ് കോൺടെസ്റ്റ് സ്കോളർഷിപ്പിലെ പുരസ്കാര ജേതാക്കൾക്ക് അനുമോദനവും പുരസ്കാര ദാനവും സംഘടിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി PR ബിജോയ് ഉദ്ഘാടനം ചെയ്തു. ഊരകത്ത് കൃഷിഭവൻ ഉദ്യോഗസ്ഥരെ ആളൊഴിഞ്ഞ പറമ്പിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കയ്പമംഗലം കൃഷിഭവനിലെ ഉദ്യോഗസ്ഥൻ ഊരകം വിളങ്ങോട് സ്വദേശി 53 വയസ്സുള്ള സജീവാണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ തങ്കമണിക്കയറ്റത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറ്റിൽ കടലാശ്ശേരി സ്വദേശിയായ വർക്ക്ഷോപ്പ് തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്തായ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഈ മാസം 8-നാണ് വല്ലച്ചിറ പറമ്പിൽ വീട്ടിൽ 54 വയസ്സുള്ള സന്തോഷിനെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചത്. സംഭവ ദിവസം 3 പേർക്കൊപ്പം സന്തോഷ് പറമ്പിലേക്ക് നടന്നു പോയിരുന്നു. 12:30 സന്തോഷ് ഒഴികെ മറ്റു 3 പേരും തിരികെ പോകുന്നതായും CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി. സംഘത്തിലുണ്ടായിരുന്ന പനമുക്ക് സ്വദേശി രാജനെ തിരിച്ചറിഞ്ഞ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. രാജനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. കൊല്ലപ്പെട്ട സന്തോഷിനും രാജനുമൊപ്പം വിനയൻ, ഡാനി എന്നീ സുഹൃത്തുക്കളും ചേർന്ന് കിണറ്റിന് സമീപം ഇരുന്ന് മദ്യപിച്ചു. ഇതിനിടെ ചെമ്പികമ്പി വിറ്റ പണത്തിന്റെ പേരിൽ സന്തോഷുമായി തർക്കമുണ്ടാവുകയും പ്രതിയായ വിനയൻ സന്തോഷിനെ കിണറ്റിലേക്ക് തള്ളിയിടുകയുമായിരുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി കേരളത്തിലുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. ചേർപ്പ് പഞ്ചായത്തിന് മുൻപിൽ ചേർന്ന ധർണ ജില്ലാ വൈസ് പ്രസിഡന്റും ചേർപ്പ് യൂണിറ്റ് പ്രസിഡന്റുമായ കെ ഭാഗ്യനാഥൻ ഉദ്ഘാടനം ചെയ്തു. അതായത് ഈ ഗവൺമെന്റ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് സാധാരണക്കാർക്കും തൊഴിലാളി സുഹൃത്തുക്കൾക്കും വരുമാനം കുറഞ്ഞവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഗവൺമെൻറ്റായിട്ടാണ് നമ്മളുടെയൊക്കെ മനസ്സിലുള്ളത്. എന്നാൽ ഇന്ന് കുത്തകകളുടെ ഗവൺമെൻറ്റാണ് എന്ന് പറഞ്ഞ് പ്രതിപക്ഷം പറയുമ്പോൾ അത് വിശ്വസിക്കാനിടവരും. കാരണം വലിയ വരുമാനമുള്ളവരുടെ തൊഴിൽ നികുതി വർദ്ധിപ്പിക്കാതെ ചെറുകിടക്കാരുടെ മാത്രം 300% വരെ തൊഴിൽ നികുതി വർദ്ധിപ്പിക്കുക. നിങ്ങൾക്കറിയാം, വ്യാപാര മേഖല ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയമാണ്. ഞങ്ങളൊരു സർവേ നടത്തിയപ്പോൾ 65% വ്യാപാരികളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതായത് വായ്പ വാങ്ങിച്ചും ബാങ്കിൽ നിന്ന് ലോൺ പിടിച്ചും സൂയിസൈഡിൻ്റെ വക്കത്താണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മരണപ്പെട്ടവരുടെ ലിസ്റ്റൊന്നും നമ്മൾ വ്യാപാരികൾക്കിടയിൽ എടുത്തു നോക്കി 30% സൂയിസൈഡായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത്. അത്രയും വലിയൊരു പ്രതിസന്ധിയിലാണ് ഇന്ന് വ്യാപാരികൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഉപഭോക്താക്കളായിട്ടുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതേ ചിത്രം തന്നെ നമുക്ക് ലഭിക്കുന്നത്. ചേർപ്പ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KP വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഇതേപോലെ യുദ്ധം ചെയ്യാൻ ആരോഗ്യവും മനസ്സും ധൈര്യമുണ്ടെങ്കിൽ ഓരോ വീട്ടുകാരും ഇറങ്ങി ഇതേപോലെ സമരം ചെയ്യേണ്ട ഗതികേടിലാണ്. കാരണം എല്ലാ നിയമങ്ങളും അവർക്കറിയാത്തതുപോലെയാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ പാവങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന സർക്കാർ ഇന്ന് പാവപ്പെട്ടവരെ മാത്രമാണ് വളരെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ബെൻസ് കാറ് വാങ്ങിക്കുന്ന ആൾക്ക് ടാക്സ് കൂട്ടിയിട്ടില്ല, കാരണം അവർക്ക് പൈസയൊന്നും കൂട്ടിയിട്ടില്ല. പക്ഷേ ഒരു സെക്കൻഡ് ഹാൻഡ് ഈ ബൈക്കുമൊക്കെ പോകുന്നതിന് പകരം ഒരു മാരുതി അങ്ങനെ ഒരു പഴയൊരു കാർ എടുത്തിട്ട് ഒരു 15 വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കാർ എടുത്തിട്ട്
അതൊന്ന് റീടെസ്റ്റ് 15 വർഷം കഴിഞ്ഞ് റീടെസ്റ്റ് ചെയ്യുന്ന ടാക്സ് 50% കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പാവങ്ങളെ മാത്രം ഇതേപോലെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല. ഒന്നുപോലെ ഭരണത്തിലിരിക്കുന്നവർക്ക് ഇതിൻ്റെ ഭരണ സംവിധാനങ്ങൾ അറിയാത്തതാണോ, അതൊന്നും അല്ലെങ്കിൽ ഇത് നേരാവണ്ണം പഠിച്ച് മനസ്സിലാക്കി ഇന്നത്തെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇത് ബോധമില്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ചേർപ്പ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി അരുൺ, വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ഷീല പ്രേംരാജ്, ചൊവ്വൂർ യൂണിറ്റ് പ്രസിഡന്റ് ഷോബി ഫ്രാൻസിസ്, കരുവന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് രാജീവ്, യൂണിറ്റ് ട്രഷറർ കെ മോഹനൻ എന്നിവർ സംസാരിച്ചു. 100 കണക്കിന് വ്യാപാരികൾ ധർണയിൽ അണിനിരന്നു. ചേർപ്പ് ശ്രീ ശങ്കര ശിശു വിദ്യാമന്ദിരത്തിൽ നോവൽറ്റി പബ്ലിക്കേഷൻസ് നടത്തിയ ഓൾ ഇന്ത്യ ടാലന്റ് കോൺടെസ്റ്റ് സ്കോളർഷിപ്പിലെ പുരസ്കാര ജേതാക്കൾക്ക് അനുമോദനവും പുരസ്കാര ദാനവും സംഘടിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി PR ബിജോയ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതുതന്നെയാണ് എൻ്റെ സന്തോഷം ആദ്യമായി പറയുന്നത്. ഒരു കുട്ടിക്ക് വേണ്ടി സ്വന്തം അച്ഛനും അമ്മയ്ക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ആ PTA മീറ്റിങ്ങിന് അല്ലെങ്കിൽ അങ്ങനത്തെ കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിദ്യാലയത്തിലേക്ക് ഒന്ന് വരിക എന്നുള്ളത്. കാരണം 2 പേര് കൂടി നിൽക്കുമ്പോൾ ദാ എൻ്റെ അമ്മ വരണം, ദാ എൻ്റെ അച്ഛൻ വരണമെന്ന് അപ്പുറത്തെ കുഞ്ഞ് പറയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇതിൽ വന്നിട്ടില്ല എന്നുള്ളത് ഒരു കുഞ്ഞിന് കൊടുക്കാവുന്ന ദുഃഖം. അത് നിങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി തയ്യാറായി തൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായി എത്തുന്ന അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവിടെ തന്നെ അതിൻ്റെ ഫലം കിട്ടിക്കഴിഞ്ഞു, ഒരു സംശയവും വേണ്ട. ഇങ്ങനെ തയ്യാറാകുന്ന പാരൻസിനെ കിട്ടലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ലോകം കീഴ്മേ മറിഞ്ഞു കിടക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് തയ്യാറുള്ള കുറേ പേരുണ്ട്. അത് എവിടെയാണെങ്കിലും, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങൾ കാണുന്നത് ഒരു ചെറിയ ലോട്ടിനെയാണ്. അവരിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. ചടങ്ങിൽ മാനേജർ KG അച്യുതൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനതലത്തിൽ മികച്ച വിജയം നേടിയ തേജസ്വി അനീഷ്, AR ധ്യാൻ സൂര്യ, ഇവാൻ ജോസഫ്, MR ഐശ്വര്യലക്ഷ്മി എന്നിവരെ അനുമോദിച്ചു. ജില്ലയിലെ ഏറ്റവും മികച്ച നഴ്സറി സ്കൂളിനുള്ള ട്രോഫി മാനേജറും പ്രധാനാധ്യാപികയും ചേർന്ന് ഏറ്റുവാങ്ങി. NPEB ചെയർമാൻ CD വിൻസെന്റ് മാസ്റ്റർ, വിദ്യാലയ സമിതി പ്രസിഡന്റ് V രവി, സെക്രട്ടറി ജയൻ പാറക്കോവിൽ, PTA പ്രസിഡന്റ് നിരഞ്ജൻ, മാതൃസമിതി പ്രസിഡന്റ് ഹരിത, ഹെഡ് മിസ്ട്രസ് VG രാജി എന്നിവർ സന്നിഹിതരായി. ഊരകത്ത് കൃഷിഭവൻ ഉദ്യോഗസ്ഥനെ ആളൊഴിഞ്ഞ പറമ്പിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കയ്പമംഗലം കൃഷിഭവനിലെ ഉദ്യോഗസ്ഥൻ ഊരകം വിളങ്ങോട് സ്വദേശി 53 വയസ്സുള്ള സജീവാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30 സജീവിനെ വീടിന്റെ അടുത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിലെ മോട്ടോർ ഷെഡിനടുത്താണ് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടത്. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. വല്ലച്ചിറ വിഷ്ണുമായ ഭദ്രകാളി ദേവസ്ഥാനത്ത് കളമെഴുത്ത് പാട്ടുത്സവം ആഘോഷിച്ചു. മഠാധിപതി PK ലക്ഷ്മണൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മഹാനേദ്യം, ഭഗവതിക്കളം, താലം, എഴുന്നള്ളിപ്പ്, പറനിറയ്ക്കൽ, അന്നദാനം, മുത്തപ്പന്മാർ, വീരഭദ്രസ്വാമി, വിഷ്ണുമായ, ചാത്തൻസ്വാമി, കരിങ്കുട്ടി രൂപക്കളം എന്നിവയുണ്ടായിരുന്നു. പനംകുളം DM LP സ്കൂളിന്റെ 101ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ആ ഒരു കുറേ പ്രോഗ്രാംസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നടന്ന പ്രോഗ്രാംസിനെ കാണുമ്പോഴത്തേക്ക് സ്കൂളിൽ നടക്കുന്ന നല്ല ആക്ടിവിറ്റീസിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് LP സ്കൂളാകുമ്പോൾ അതിപ്പം വീട്ടിൽ നിന്ന് സ്കൂൾ തലത്തിലേക്ക് വരുന്ന ഒരു ട്രാൻസിഷൻ സ്റ്റേജാണ്. അപ്പോൾ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഒരു ക്യാരക്ടർ ബിൽഡിങ്ങും എല്ലാം ഒരു ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് അവർക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നല്ലൊരു സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും പഠിക്കാനുമുള്ള
ഒരു സ്ഥിതി ഉണ്ടാക്കാനും അവർക്ക് പഠിക്കാൻ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള രീതിയിലും പിന്നെ മറ്റ് അധികം കലോത്സവം പോലുള്ള പരിപാടികളിൽ നല്ലോണം പങ്കെടുക്കുകയും നല്ല ഒരു ആക്ടിവിറ്റീസാണ് ഈ സ്കൂള് കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു സ്കൂൾ 100 വർഷം 101 വർഷം നല്ല സ്ഥിതിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ ഒരുപാട് പേരുടെ പ്രയത്നം ഉണ്ടാവണം. അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രയത്നം കാരണമാണ് ഈ ഒരു സ്കൂളിൽ ഇത്രയും വർഷം നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. തൃശൂർ പോലീസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഹരിശങ്കർ IPS ചടങ്ങിൽ മുഖ്യാതിഥിയായി. നമുക്ക് തിരിച്ച് സംഭാവനകൾ സമൂഹത്തിലേക്ക് ലഭിക്കുന്നതും പലപ്പോഴും നമ്മുടെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥിനികളാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം പറയാൻ കഴിയും. നമ്മുടെ കിട്ടുന്ന അവസരങ്ങൾ ഇത്ര നല്ലൊരു സ്കൂളിൽ നല്ല അധ്യാപക സംഘത്തിൻ്റെ തണലിൽ പഠിക്കാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ ലഭിക്കുന്ന അവസരം പരമാവധി ഉപയോഗിക്കുവാനും സ്വപ്നങ്ങൾ കാണുവാനും അത് ആർജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രയത്നം നടത്താനും നിങ്ങൾക്ക് കഴിയുക എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വിദ്യാർത്ഥിനികൾ ചെയ്യുന്നത്. ശ്രീ അബ്ദുൽ കലാം പറഞ്ഞത് രാത്രി ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നമ്മളെ ഉറങ്ങാതെ നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതാണ് നമ്മുടെ സ്വപ്നം. സ്വപ്നം കാണാൻ തുടങ്ങിയാൽ പിന്നെ ഉറക്കം കിട്ടില്ല. അത് അധ്വാനിച്ച് അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നം. അപ്പോൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാതിരുന്ന് പ്രയത്നിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാകണം നമ്മുടെ സ്വപ്നങ്ങൾ എന്നുള്ള നിലയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയും ഉയരങ്ങളിലെത്താനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. വിരമിക്കുന്ന പ്രധാനാധ്യാപിക KB റീജയ്ക്കുള്ള ഉപഹാര സമർപ്പണം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നിർവഹിച്ചു. സ്കൂൾ മാനേജർ AA അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. ആർട്ട് ക്വിറ്റേറ്റർ K രാജീവ് അന്തരിച്ച കലാകാരന്മാരായ MT വാസുദേവൻ നായരെയും P ജയചന്ദ്രനെയും ചടങ്ങിൽ അനുസ്മരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അമ്പിളി അജിത്, PTA പ്രസിഡന്റ് സജീബ് ഇബ്രാഹിം, റിട്ടയർഡ് അധ്യാപിക പ്രതിനിധി EK ഐഷാബി, അധ്യാപിക ജീത്തു ജോയ് എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏങ്ങണ്ടിയൂർ യൂണിറ്റും ചേറ്റുവ യൂണിറ്റും സംയുക്തമായി ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേറ്റുവ യൂണിറ്റ് പ്രസിഡന്റ് VK ഹംസ ധർണ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക, ഹരിതകർമ്മസേനയുടെ ഫീസ് മാലിന്യത്തിന്റെ തോതിനനുസരിച്ച് ക്രമീകരിക്കുക, ലൈസൻസുമായി ബന്ധപ്പെട്ട അനാവശ്യ നിബന്ധനകൾ ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. ഏങ്ങണ്ടിയൂർ യൂണിറ്റ് പ്രസിഡന്റ് PV ലോറൻസ് അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏങ്ങണ്ടിയൂർ യൂണിറ്റ് സെക്രട്ടറി പ്രസാദ് കാണത്ത്, NK ശങ്കരൻകുട്ടി, പരന്തൻ രാജശേഖരൻ, യൂണിറ്റ് ട്രഷറർ പരന്തൻ രാജൻ എന്നിവർ സംസാരിച്ചു. പിടികിട്ട പുള്ളി 8 വർഷത്തിനു ശേഷം അറസ്റ്റിൽ. കണ്ടംകുളം സ്വദേശി 30 വയസ്സുള്ള ജിത്തുവിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ പരിധിയിലുള്ള വടശ്ശേരി കോളനി പരിസരത്ത് 2016 മെയ് മാസത്തിൽ മുഹമ്മദ് സഗീർ എന്നയാളെ ഇയാൾ ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നു. തുടർന്ന് ഒളിവിൽ പോയ പ്രതി നാട്ടിലും വീട്ടിലും ഇടയ്ക്കിടെ വരുന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ നിരന്തരം നിരീക്ഷിച്ചിരുന്ന പോലീസ് സംഘം ഇയാൾ നാട്ടിലെത്തിയ അവസരത്തിലാണ് അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി 13-ാം തീയതി വൈകുന്നേരം 4 മണിയോടെ കൊടുങ്ങല്ലൂർ SHO BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ പോലീസ് ഉദ്യോഗസ്ഥരായ GSCPO ഷമീർ, GSCPO ബിനിൽ, CPO VB ഗോപേഷ് എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. തുടർന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഓപ്പറേഷൻ കാപ്പ തുടരുന്നു. കുപ്രസിദ്ധ ഗുണ്ടകളായ ഡോക്ടർ പടി സ്വദേശി 28 വയസ്സുള്ള സലോഷ്, കോമ്പാറ സ്വദേശി 26 വയസ്സുള്ള മിഥുൻ എന്നിവരെ കാപ്പ ചുമത്തി നാടുകടത്തി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന് നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇരിഞ്ഞാലക്കുട പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കരീം, സബ് ഇൻസ്പെക്ടർ CM ക്ലീറ്റസ്, ദിനേശൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജയകുമാർ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. B കൃഷ്ണകുമാർ IPS തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായി ചുമതലയേറ്റതിനു ശേഷം 29 ഗുണ്ടകളെ കാപ്പ ചുമത്തി. 18 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തുകയും മറ്റുള്ളവർക്ക് മേൽ നടപടികൾ സ്വീകരിക്കുകയും 11 പേരെ ജയിലിലടച്ചിട്ടുള്ളതുമാണ്.
ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7,990 രൂപ, പവന് 63,920 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ തങ്കമണിക്കയറ്റത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറ്റിൽ കടലാശ്ശേരി സ്വദേശിയായ വർക്ക്ഷോപ്പ് തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്തായി പ്രതിയെ അറസ്റ്റ് ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി കേരളത്തിലുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റും ചേർപ്പ് യൂണിറ്റ് പ്രസിഡന്റുമായ കെ ഭാഗ്യനാഥൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ശ്രീശങ്കര ശിശുവിദ്യാ മന്ദിരത്തിൽ നോവൽറ്റി പബ്ലിക്കേഷൻസ് നടത്തിയ ഓൾ ഇന്ത്യ ടാലന്റ് കോൺടെസ്റ്റ് സ്കോളർഷിപ്പിലെ പുരസ്കാര ജേതാക്കൾക്ക് അനുമോദനവും പുരസ്കാര ദാനവും സംഘടിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി PR ബിജോയ് ഉദ്ഘാടനം ചെയ്തു. ഊരകത്ത് കൃഷിഭവൻ ഉദ്യോഗസ്ഥരെ ആളൊഴിഞ്ഞ പറമ്പിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കയ്പമംഗലം കൃഷിഭവനിലെ ഉദ്യോഗസ്ഥൻ ഊരകം വിളങ്ങോട് സ്വദേശി 53 വയസ്സുള്ള സജീവാണ് മരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.